നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗുരുരാതിരനാദിശ്ച ഗുരു പരമദൈവതം ഗുരു പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികൾ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് മതമത്സര്യാദി ചിന്തകളിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യനെയാണ് കാണിച്ചത്. മനുഷ്യൻ്റെ ഈശ്വരചിന്തയില്ലാതെ കഴിയുന്ന മനുഷ്യൻ്റെ രീതികളുമൊക്കെയാണ് പറഞ്ഞത്. തുടർന്ന് വരുന്ന വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ടു സന്ധ്യയോളം നടക്കുന്നതു ചിലർ. കുടുംബം പുലർത്തുന്നതിന് വേണ്ടി, ശാന്തി വരുത്തി തീർക്കുന്നതിന് വേണ്ടി ചിലർ പകൽ മുഴുവൻ കഷ്ടപ്പെടുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഇത്തരം ഈശ്വര പൂജ ചെയ്യേണ്ടത്. എന്നാൽ ചിലർ അതൊരു ജീവിത ഉപാധിയായി സ്വീകരിച്ച് പ്രതിഫലം വാങ്ങി ഈശ്വര പൂജ ചെയ്ത് ആ പണം കൊണ്ട് കുടുംബഭരണം നടത്തുന്നു. ഇപ്പോൾ ആ കാലഘട്ടത്തിൽ കവി പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല അഭിനവ സ്വാമിമാരും ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ഉപജീവനം നടത്തുന്നുണ്ട്. ഞാനത് ചെയ്താൽ നിന്ന ഫലം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭക്തരെ കബളിപ്പിക്കുന്ന സ്വാമിമാരുണ്ട്. അവരെ പറ്റിയാണ് പറഞ്ഞത്. മനസ്സിലാകുന്നില്ലേ? അങ്ങനെ ഉണ്ടാകുന്ന പണം കൊണ്ട് കുടുംബഭരണം നടത്തുന്നത്. ചിലപ്പോൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ ശാന്തി നടത്തണമെന്നെങ്കിൽ പകൽ വളരെ വൈകിയും ചെയ്യേണ്ടി വരും. ഈ വരികളെല്ലാം കവി എഴുതുന്ന അവസരത്തിൽ നാട് ഇന്നത്തെ പോലെ ദുഷിച്ചിരിക്കുമോ എന്നറിയില്ല. എന്നാൽ ഇന്ന് ഇതെല്ലാം അക്ഷരം പ്രതി സത്യമാണെന്ന് കാണാം. കവിയുടെ ആ കാഴ്ചപ്പാട് ഇന്ന് വളരെ ശരിയായിരിക്കുന്നു. പല സ്വാമിമാരെയും പല സ്ഥലങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങൾ കണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലയളവിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളസ്വാമിമാർ അങ്ങനെ ജീവിക്കുന്നവരെ പറ്റിയാണ് അന്ന് കവി സൂചിപ്പിച്ചത്. ഈ വരികളിൽ ഇത്രയേ പറയാനുള്ളൂ. അതുകൊണ്ട് അപകടങ്ങളിൽ ചെന്നുപെടാതെ സത്യം എന്താണെന്ന് മനസ്സിലാക്കി യഥാർത്ഥ ശാന്തിമാരെ കണ്ട് അവരോട് ചേർന്ന് ഈശ്വര കാര്യങ്ങൾ ചെയ്യുക. കാര്യങ്ങൾ എപ്പോഴും ഈശ്വരൻ കൂടെ ഉണ്ടാകും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് എപ്പോഴും ഈശ്വരൻ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നല്ലൊരു ശാന്തിയും സമാധാനവും നിറഞ്ഞ ശുഭസുദിനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശുഭസുദിനം.